ഇത് ദോശ. ഈ ദോശ എങ്ങനെയാണെന്നറിയാമോ? ഇത് ഞങ്ങൾ രാത്രിയിൽ അരി ഉഴുന്നൂടെ വെള്ളത്തിലിട്ട് വെക്കും. എന്നിട്ട് രാവിലെ അരച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ദോശ ഉണ്ടാക്കാൻ തുടങ്ങി. അതായത് ഒരു 6:30 ആകുമ്പം കുഞ്ഞോള് ഇത് അരച്ച് വെച്ച്. എന്നിട്ട് ഇപ്പം സമയനായി 6 മണിയായപ്പോൾ അരച്ചത്. ഇപ്പം ഒരു 7 മണി കഴിഞ്ഞു. 6 മണിയായപ്പോൾ അരച്ചു. അപ്പം 1 മണിക്കൂറേ വെച്ചോളൂ. മഴയാണ്, പക്ഷേ വേഗം പൊങ്ങി. അതെന്നാ എനിക്ക് അറിയത്തില്ല അതെന്നാന്ന്. എന്തായാലും ദോശ അടിപൊളിയായിട്ടത്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതുണ്ടോ നല്ല ദോശ? ഉണ്ടോ ദോശ? ശരിയായിട്ട് നല്ല അടിപൊളി, നല്ല അധികം അങ്ങ് പുളിയില്ല, നല്ല പക്ഷെ നല്ല. അതെ പിന്നെ അത് ഇഷ്ടപ്പെട്ടു. പുളി മതി, ഇത്രയും മതി. ഒത്തിരി പുളിയായാലും തള്ളാം. നല്ല അടിപൊളി ദോശ ഉണ്ടാക്കിയ ചമ്മന്തി അറിയാമല്ലോ, തേങ്ങ ചമ്മന്തി ഇഷ്ടം. നല്ല അടിപൊളിയാണ്. അപ്പം ഇന്ന് ഞാനിതങ്ങ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവൾ അപ്പം വേറെ പണിക്കൊക്കെ അങ്ങ് പോകും. ഇന്ന് എനിക്ക് രാവിലെ പള്ളിയിൽ പോകണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇന്ന് എന്നാന്ന് വെച്ചാൽ ഇന്ന് ആദ്യ വെള്ളിയാഴ്ചയല്ല. അപ്പം കുറവലിങ്ങാട്ട് പള്ളിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് രാവിലെ എനിക്ക് 6:30 കുർബാനയ്ക്ക് പോകണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് രാവിലെ വേഗം എല്ലാം പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇപ്പം കുഞ്ഞോൾക്ക് കിച്ചണി ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ രാവിലെ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഒരു ഹെൽപ്പും എനിക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ചോറൊക്കെ അവൾ വെച്ച് ഇനി ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ കഴിയുമ്പം പള്ളിയിൽ പോകും. കുറവലിങ്ങാട്ട് പള്ളി അതിലേക്ക് അവിടെ പോയി എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഉച്ചക്കത്തെ കഞ്ഞിയൊക്കെ കിട്ടും. നേരത്തെ കഞ്ഞിയുണ്ട്, അതും കുടിച്ച് ഞങ്ങൾ വരും. അങ്ങനെയാണ്. അതേ ഇപ്പം ഭയങ്കര മഴയാണ്, പുറത്തതും ഉണ്ടാവും. മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മഴയൊക്കെ കാണിക്കാൻ പോയാൽ ചിലപ്പോൾ എൻ്റെ ദോശയില്ല കരിഞ്ഞ് പോവും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിക്കാനെന്ന് വെച്ചാൽ തീ ഇച്ചിരി കൂട്ടിയാണ് വെച്ചിരിക്കണം. അപ്പം ആ ചൂടിലങ്ങ് ഉണ്ടാക്കി പോവാണെങ്കിൽ നല്ലതല്ലേ? അതുകൊണ്ടാണ്. എനിക്ക് വലിയ ഒരു കൊണ്ട് പറഞ്ഞിട്ടില്ല, ഒരു കൊണ്ട്. ഇന്നോളാണ് ഞങ്ങളുടെ മെയിൻ ബുക്കിൽ. അപ്പോൾ അടുക്കളയുടെ വെള്ളയും വണ്ടിയുണ്ട്. മഴ ഭയങ്കരമായിട്ട് നീണ്ടുകൊണ്ടിരിക്കുമോ. രാവിലെ തുടങ്ങിയതാണ്. എന്തായാലും ഒത്തിരി നേരം മഴ കാണിച്ചു നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ദോശ മക്കളെ അതുകൊണ്ട് ഇതില്ലാത്ത തന്നെ ഇരിക്കട്ടെ. ഇതൊന്ന് മാറ്റി ഇടല്ലേ, ഒട്ടിപ്പിടിക്കല്ലേ. ഓ മൈ ഗോഡ്, മറന്നുപോയി. ആദ്യം ഉണ്ടാക്കിയത് അത് വീട്ടിലോട്ട് എടുത്തിട്ടാൽ മതിയായിരുന്നു. ചൂടാറി കഴിഞ്ഞപ്പോൾ അത് അത്ര ഓർത്തില്ല. എന്നാന്ന് വെച്ചാൽ എന്നാന്ന് കാണിക്കേണ്ടതെന്ന് എനിക്ക് ബോധമില്ല. ഇത് തണുത്തത് ഞാൻ വീട്ടിലോട്ട് തണുത്തത് അതൊക്കെ തണുത്തേ മറിച്ചിട്ടേ എല്ലാം ഫാസ്റ്റ് അല്ലെങ്കിൽ ഇതൊക്കെ കരിഞ്ഞില്ലേ. ഇത് എന്താ നേരത്തെ എടുത്തു, അല്ലെങ്കിൽ ഇതെല്ലാം തണുത്ത് കേട്ടോ. ഇതെല്ലാം തണുത്ത് നമ്മൾ വീട്ടിലോട്ട് എടുത്തിട്ടും തണുത്ത് കഴിയുമ്പോൾ ചൂട് മാറാനായിട്ട് വീട്ടിലോട്ട് വെക്കും. പക്ഷേ ഇത് തെറ്റാ ഈ പേപ്പറിലൊക്കെ ഇടുന്നത്. എന്താ ചെയ്യാൻ, ഓരോ സാഹചര്യമല്ലേ. എന്നാലും ആ സാഹചര്യം ശരിയല്ല, മാറ്റണം. കുഞ്ഞോളോട് പറയണം. എല്ലാവരും ഓർക്കും നിരത്തി വെക്കാൻ എളുപ്പമല്ലേ എന്നോർത്താണ് വസ്ത്രത്തിലിടുന്നത്. അത് വേഗം തടുക്കാത്തേണ്ടേ. ഞാൻ അടുത്തത് ഒഴിച്ചിപ്പോൾ ശരിയാക്കി തന്നാൽ നല്ല ദോശയാട്ടോ. ആരും ഇനി തലേദിവസം ഒന്നും അരച്ച് വെക്കണ്ട ആവശ്യമില്ല. രാത്രി വെള്ളത്തിലിടുക. ഇത് രണ്ടും അരിയും നമ്മുടെ ഉഴുന്നും. അത് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പോൾ അരച്ചിട്ടങ്ങ് വെച്ചേരും. എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ചുട്ടേ സൂപ്പറായിട്ട് ഇത് കണ്ടില്ലേ. ഇത് കാണുമ്പോൾ അറിയാമല്ലോ നിങ്ങൾക്കൊക്കെ, ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. നിങ്ങൾ പരീക്ഷ നോക്കിക്കോ, അപ്പം മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത്. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ എൻ്റെ നിജാവസ്ഥയാണ് നിങ്ങളോട് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ പറയാൻ്റെ ആവശ്യം എനിക്ക് അതുകൊണ്ട്. ചൂട് കുഞ്ഞോട് പാവം അടുക്കളയിൽ നിന്ന് ഈ ചൂടൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി എന്നും ഞാൻ പള്ളി രാവിലെ പോകുന്നു, വരുമ്പം തിന്ന് വേണ്ട ഞാൻ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാകുന്ന ചൂട് എങ്ങനെയാണ്. ഇനി ഞാനിത് തണുത്തോ ഇല്ല, ഇച്ചിരോടെ തണുക്കാനുണ്ട്. അപ്പോൾ ഇച്ചിരോടെ തണുത്തിട്ട് അന്നേരം ഒന്നിച്ചിങ്ങോട്ട് ഇടാം അല്ലേ, ഒന്നിച്ചിടുക. അല്ലെങ്കിലേ ഇത് രണ്ടും പിന്നെ അയ്യോ ശകലടുപ്പ വീണ്. പക്ഷേ
അടുപ്പേ വീഴിക്കാതിരിക്കാൻ ശ്രമിച്ചതാണ്, പക്ഷെ എന്ത് ചെയ്യാനത് ഇല്ല. ഇനി ഇത് തണുത്ത് ഇതെടുത്ത് വീട്ടിലോട്ട് ഇട്ടേക്കാം അല്ലേ. ഇത് തണുത്തത് ഉണ്ടാക്കും. മറിച്ചിടാറായോ? ഇല്ല ഇല്ല. തീരാറായി. ഇതിൻ്റെ ഉള്ളു രണ്ടെണ്ണം, ഈ രണ്ടടുപ്പ് ഇങ്ങനെ വെച്ചിരിക്കുന്നതുകൊണ്ട് ദേ ഫാസ്റ്റായിട്ട് സടപട തീരുക. സമയവും ലാഭം, ചൂടടിക്കുന്നതും ലാഭം. തീരെ ഞങ്ങൾ ഇത്രയും കൂട്ടി വെച്ചിരിക്കുന്നു കേട്ടോ. ഇത്രയും കൂട്ടി വെച്ചിരിക്കുന്ന ഇതുണ്ടോ, അതുണ്ട് ഇപ്പം തന്നെ തീരും. ഭയങ്കര മഴയാണ്. ഇന്നലെ ഈ സമയത്താണെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി പുതുക്കാൻ പോയേക്കുമായിരുന്നു. അപ്പോഴും ഇതുപോലെയാണ്, ഭയങ്കര മഴയായിരുന്നു. എൻ്റെ പൊന്നെ, വഴിയിലെല്ലാം വെള്ളവും ഒക്കെ. അപ്പോൾ എന്നാന്നറിയാവോ, ഞാനിങ്ങനെ ആലോചിച്ചാൽ പള്ളിയുടെ അരികിലുള്ള വീട് വഴിയെല്ലാം പാവങ്ങൾ, ഇത് തേമേ നല്ല വലിയ വീടും ചെറിയ വീട്, എന്തായാലും എല്ലാവരും വീടിന് ഫ്രണ്ടിലെല്ലാം വെള്ളം. അപ്പം ഞാനിങ്ങനെ ഓർത്ത് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ മഴ, എന്നാൽ അവരുടെയൊക്കെ അവസ്ഥ എന്താ എൻ്റെ ഭർത്താവേ, ഇനി വലിയ മഴ പെയ്തുകൊണ്ട് എന്ത് ചെയ്യുമെന്ന്. പാവങ്ങൾ, നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെന്നവരല്ലേ. നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ഇത് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ തമ്പുരാനും കോടാനുകോടി നന്ദി പറയുക. അവരൊക്കെ അവസ്ഥ നോക്കുമ്പോൾ നമ്മൾ തീരുവാട്ടോ. അതൊന്ന് പൊക്കി പിടിക്കണം. ഈ ക്യാമറ അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ക്യാമറ ഇതും ഫോണും ഇതും കൂടെ ഒന്നിച്ച് പിടിച്ച് എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ചെരിച്ച് പിടിച്ചൊഴിക്കാനായിട്ട് തന്നെ ഇതോടെ ഉള്ളു. ഇങ്ങോട്ട് ഇറങ്ങിയത് കണ്ടോ, ഇത്രയും ദോശ തീരാറാൻ മാവ് കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇനി ഇത് വടിച്ച് ഇത് ഇങ്ങോട്ട് വരട്ടി ഒഴിക്കുന്നൊന്നും എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ മൊബൈൽ ക്യാമറ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ, ഒന്ന് ലൈക്ക് അടിക്കാമോ, ഒന്ന് കമൻറ്റ് എഴുതാമോ. ഓക്കെ, ബൈ. വീണ്ടും സന്ധിക്കും വരെ എല്ലാവർക്കും സ്വാഗതം. ബൈ. ഹാവ് എ നൈസ് ഡേ.